വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജിബിൻ ഷഫീഖ്. ഇന്ന് ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന ലിനൻ സാരീസാണ് വരുന്നത്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സാരീസിൽ ഫസ്റ്റ് സാരി നല്ലൊരു പിങ്ക് ആണ് വരുന്ന സാരിക്ക്. ഒരു ബ്ലെൻഡഡ് കോമ്പിനേഷനുള്ള പിങ്ക് ആണ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പിങ്ക്. ഇതിലും ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഒരു ടോൺ ഡാർക്കറായിട്ടുള്ള ഒരു ഡാർക്ക് പിങ്കിലായിരിക്കും വർക്ക് വരുന്നത്. അത് കൂടാതെ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നതും സെയിം ആ ഒരു ത്രെഡിൽ തന്നെ ആയിരിക്കും. ആ ഒരു കോമ്പിനേഷനിൽ തന്നെയുള്ള ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്കാണ് സാരിയുടെ കോമ്പിനേഷൻ. ഒരു മാറ്റ് സിൽവറിലാണ് ബോർഡർ വരുന്നത്. ഒരു മെറ്റാലിക് സിൽവറിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. മുകൾ ഭാഗത്തും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോർഡർ. ലോവർ ഏരിയ വരുമ്പോൾ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നത് സിമ്പിൾ മുന്താണിയാണ്. സിൽവറിൽ തന്നെ സെറി വുമൺ ലൈൻ പാറ്റേണിലാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. തിൻ ലൈൻസ് ആയിരിക്കും മിഡിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും രണ്ട് സൈഡിലും മുന്താണി വരുന്നത്. ഇതിനും ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ഈ ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ഉണ്ടല്ലോ സിൽവറിലുള്ള, ഇതേ പാറ്റേണിൽ തന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്ന സാരിക്കും. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു മൈൽഡ് ഗ്രീൻ ആണ്. ഒരു മിൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഈ ഫാബ്രിക് സെയിം തന്നെയാണ്. ലിനൻ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ലിനൻ ബ്ലെൻഡഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ. ഇതിലും ഒരു ടോൺ ഡാർക്കർ ആയിരിക്കും. സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കണ്ടു. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ വർക്ക് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് എൻ്റെ ബോഡിയിലും. മുന്താണി വരുന്നത് സിൽവർ സെറി ലൈനിൽ തന്നെയാണ്. ലൈൻ പാറ്റേണിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. വർക്കിൻ്റെ വരുന്ന അതേ കളർ ടോണിലായിരിക്കും സാരിക്ക് ടാസിൽസ് അറ്റാച്ച് ചെയ്യുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് തന്നെ. ആ ഒരു ക്രഷ് ഫീൽഡിൽ തന്നെ സിൽവർ സെറി ലൈൻ പാറ്റേണിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. ലൈറ്റ് ബ്രൗൺ ആണ് നെക്സ്റ്റ് സാരി കേട്ടോ. നല്ല ഫാബ്രിക്കാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു ചൂട് സമയത്ത്, ഹോട്ട് സമ്മർ ആണല്ലോ ഇപ്പം, ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് പറ്റിയ ഒരു മെറ്റീരിയൽ ആണിത്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിലും ഒരു ലൈറ്റ് ബ്രൗണിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ബ്രൗണിലായിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. അതേ ഒരു മെറ്റാലിക് ഫീൽഡിൽ തന്നെയായിരിക്കും സാരിക്ക് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. സിൽവർ സെറി ലൈൻ പാറ്റേണിലായിരിക്കും മുന്താണി. സെയിം ആ ഒരു സിൽവർ സെറിയിൽ തന്നെയായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. സ്റ്റീൽ ഗ്രേ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ലൊരു സിൽവർ ഗ്രേ ടോൺ ഉണ്ടല്ലോ, ആ ടോണിലാണ് സാരി. അതിലും ഒരു ടോൺ ഡാർക്കർ ആയിട്ടാണ് സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കണ്ടോ. ഗ്രേ തന്നെയാണ്, രണ്ട് ടോണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ കേട്ടോ. സാരിയുടെ പാറ്റേൺ ഇങ്ങനെ വരും. സെയിം ആ ഒരു സിൽവറിൽ തന്നെയുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. മുന്താണി വരുന്നത് സിൽവർ സെറിയിൽ തന്നെയാണ്. സ്റ്റീൽ ഗ്രേ ആയതുകൊണ്ട് തന്നെ മുന്താണിയിലുള്ള സിൽവർ സെറി അത്ര വിസിബിൾ അല്ല. ഫുൾ സിൽവർ സെറി വുമൺ സ്റ്റൈലായിരിക്കും പല്ലു വരുന്നത്. സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരി. വീണ്ടും നല്ലൊരു കോമ്പിനേഷൻ ഒരു ബ്രൗൺ ആണ് വരുന്നത്. അതായത് ഒരു ഗ്രേ ബ്ലെൻഡഡ് ബ്രൗൺ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പാറ്റേൺ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സെയിം ബ്രൗണിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ലോവർ ബോർഡറിൽ ഈ ഒരു സ്റ്റൈലിൽ വരും. സിൽവർ ബോർഡർ, വുമൺ മോട്ടീവ്സ് വരുന്നുണ്ട് എൻ്റെ ബോഡിയിലും. ഇതിലും സിൽവറിൽ തന്നെയായിരിക്കും സെറി വുമൺ സ്റ്റൈലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നു അതേ പാറ്റേണിൽ തന്നെ. ഒരു ക്രഷ് ഫീലായിരിക്കും സാരിയുടെ പല്ലു ബ്ലൗസ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് എല്ലാ സാരീസിനും. ബോഡി കളറിൽ തന്നെയായിരിക്കും ടാസിൽസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആണ്. ഒരു ടോൺ ഡാർക്കർ ആട്ടോ ഗ്രേ വരുന്നത്. നല്ലൊരു പെൻസിൽ ഗ്രീൻ, അതിലൊരു ബ്ലൂഷ് ഗ്രേയിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക സാരിയിൽ. ഈ സാരി വൺ ലെയറിൽ കാണിക്കാം കേട്ടോ. നല്ല ഫാബ്രിക്കാണ് കണ്ടോ. ഇതാണ് വൺ ലെയറിൽ വളരെ ലൈറ്റ് മെറ്റീരിയലാണ് സാരി വരുന്നത്. ഒരു മെറ്റാലിക് സിൽവറിലായിരിക്കും ബോർഡർ വരുന്ന സാരിക്ക്. സിൽവർ സെറിയിൽ തന്നെയുള്ള മുന്താണി സെയിം ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരും. ഇനി വരുന്നത് ലിനനിൽ പ്രിന്റഡ് ലിനനാണ്. ഡിജിറ്റൽ പ്രിന്റ് ആണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ. കളർ ടോൺ നല്ലൊരു പിങ്കിഷ് റെഡ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിക്ക് ബോർഡർ. മുന്താണി വരുന്നത് സിൽവർ സെറിയിൽ തന്നെയായിരിക്കും. ലൈൻ പാറ്റേൺസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. സാരി വൺ ലെയറിൽ വളരെ ലൈറ്റ് മെറ്റീരിയലാണ്. ലിനനാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. സിൽവർ സെറി ലൈൻ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.
ലാവൻഡറും പേർപ്പിളും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോണിലാണ് നെക്സ്റ്റ് ലിനൻ സാരി വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ്. ഇതിന് മുൻപ് കാണിച്ച റെഡിഷ് പിങ്കിന് തന്നെ കളർ ചേഞ്ചാണ് വരുന്നത്. ഒരു പേർപ്പിൾ കളർ വരുന്നുണ്ട്, ലാവൻഡർ വരുന്നുണ്ട്. അതിലും അതേ പാറ്റേൺ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരുന്നത്. മെറ്റാലിക് സിൽവറിലുള്ള ബോർഡറും സിൽവർ സെറി വുമൺ സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ ലൈൻ പാറ്റേണിലായിരിക്കും സിൽവറിൽ തന്നെ ബ്ലൗസും ആയിരിക്കും. നെക്സ്റ്റ് ലിനൻ സാരി വരുന്നത് ഒരു ഗ്രീനിഷ് വൈറ്റ് ആണ്. അതായത് ഒരു മിൻ ഗ്രീൻ കൂടി ബ്ലെൻഡഡ് ആണ് ഈ വൈറ്റിൽ. ഓഫ് വൈറ്റിൽ തന്നെ ഒരു ഗ്രീനിഷ് ടോൺ കൂടി വന്നിട്ടുണ്ട്. ഇതിന്റെ ബോഡി കണ്ടാലും നമുക്കിത് ത്രെഡ് വർക്ക് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ത്രെഡ് വർക്ക് പോലെ തോന്നിക്കുന്ന ഒരു പ്രിന്റ് ആണ്. ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് സാരിയിൽ. സിൽവർ ബോർഡർ. പല്ലു വരുന്നത് ഒരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സിലായിരിക്കും. ഒരു ലൈൻ പാറ്റേണിലും സർക്കുലർ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് അതേ ആ ഒരു സിൽവർ ടോൺ, സിൽവർ സെറി ലൈൻ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. അടുത്ത കളർ ഒരു ഓണിയൻ പിങ്കും മോവ് ടോണും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് സാരി കേട്ടോ. ഇതും അതേ ഡിസൈൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ത്രെഡ് വർക്ക് ആണെങ്കിൽ നമുക്കിത് കണ്ടാൽ തോന്നുള്ളൂ, പക്ഷെ ഇത് പ്രിന്റിലാണ് വരുന്നത് സാരി. മെറ്റാലിക് സിൽവറിൽ തന്നെയുള്ള ബോർഡർ, സർക്കുലർ മോട്ടീവ്സിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. സിൽവറിലാണ് സെറി വുമൺ ലൈൻ പാറ്റേണിലുള്ള ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സാരി കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മൈൻ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ബോഡി വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പ്രിന്റ് വരുന്നത് സാരിക്ക്. ബോർഡർ വരുന്നത് അതേ സിമ്പിൾ ബോർഡറാണ് വരുന്നത്. സിൽവറി തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. സർക്കുലർ പാറ്റേൺ ആണ് സാരിക്ക് മോട്ടീവ്സ് വരുന്നത്. മുന്താണി വരുമ്പോൾ സെയിം സ്റ്റൈലിൽ തന്നെ സിൽവർ സെറി വുമൺ ലൈൻ പാറ്റേണിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സാരി.